രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മണ്ടന്മാരായതുകൊണ്ടല്ല രാജിവെക്കാൻ പറഞ്ഞത്. പാർട്ടി നിലനിൽക്കണം, UDF നിലനിൽക്കണം എന്നുള്ളതാണ്. കെ രമയ്ക്ക് ഇതിനകത്ത് വല്ല താല്പര്യമുണ്ടോ? ഇല്ല. സ്വാഭാവികം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഈ ലോകത്തെ ഏറ്റവും സന്തുഷ്ടനായ ആളാരെന്നറിയാം? പിണറായി വിജയനാണ്. അത് കഴിഞ്ഞ ഗോവിന്ദൻ മാഷാണ്, ബേബിയാണ്, പി രാജീവാണ്, മുഹമ്മദ് റിയാസാണ്. കാരണം അവർ ആഗ്രഹിച്ച സ്ഥലത്തെത്തി. വെക്കൂ രാജി എന്ന് മാർസിശ്ശേരി വിളിക്കുമ്പോൾ കർത്താവേ വെക്കല്ല രാജി എന്നാണ് അവരുടെ ഉള്ളു പറഞ്ഞിരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കാതിരിക്കേണ്ടത് CPM-ന്റെ ആവശ്യമാണ്, ഇടതുമുന്നണിയുടെ ആവശ്യമാണ്, ഒരു പരിധിവരെ BJP-യുടെ ആവശ്യമാണ്. കാരണം ഇങ്ങനെ ഒരാൾ അവിടെ ഉള്ളതാണ്. രാജിവെക്കാതെ MLA സ്ഥാനത്ത് കടിച്ചു തൂങ്ങി കിടക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യമുണ്ട്. അത് ആർക്കറിയാൻ പാടുന്നത്? അത് മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ചരിത്രപരമായി തീരുമാനിച്ചു. സംഗതി ശരിയാണ്. അത് ഷഫീർ പറഞ്ഞ 100% 101% ശരിയാണ്. കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീപീഡന കേസിൽ പെട്ടു എന്നുള്ള ഒരു MLA പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ചരിത്രം ഉണ്ടായിട്ടില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ ഉമാ തോമസിനെയോ അല്ലെങ്കിൽ ജബി മേത്തറയോ ഷമ മുഹമ്മദിനെയോ അതുമല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനെയോ ലാലി വെൻസെന്റിനെയോ ആക്ഷേപിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് പുലഭ്യം പറഞ്ഞതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം ഇല്ലാതാവുമൊന്നുമില്ല. ആ കാര്യം നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ള ഇതാണ്, ഈ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കാത്തത് നിങ്ങൾ ദൗർബല്യമായിട്ട് കണക്കാക്കുന്നതിന് പകരം അതിന്റെ പുറത്ത് വീരസ്യം പറയുന്നത് വളരെ മോശമാണ്. ഇത് കാണുന്ന ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾക്ക് വെറും പൊട്ടന്മാരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മുതലെടുക്കണേണ സജി, കൊതിയുണ്ടാടാ.